നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ഡെനീസ് വിൽനൂവിൻ്റെ ഡ്യൂണാണ്. നിങ്ങളെ നോട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് വെറുമൊരു സിനിമയല്ല, ഒരു ലോകമാണ്. അപ്പോൾ നമ്മളിന്ന് അതിലെ അധികാരത്തിൻ്റെ പലതരം മുഖങ്ങൾ, പിന്നെ ആ വിധിയുടെ കെണികൾ, രാഷ്ട്രീയ കരുനീക്കങ്ങൾ, ഇതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. നമുക്കിങ്ങനെ തുടങ്ങാമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു സ്വർണമോ വജ്രമോ അല്ല, മറിച്ച് മനുഷ്യന്റെ ബോധത്തെ വികസിപ്പിക്കാൻ കഴിയുള്ള സ്പൈസ് എന്നൊരു പദാർത്ഥമാണ്. അത് കിട്ടുന്നത് ഒരേ ഒരു ഗ്രഹത്തു നിന്നും. അപ്പോൾ അതിനുവേണ്ടിയുള്ള യുദ്ധം എങ്ങനെയുണ്ടാവും? വളരെ നല്ലൊരു തുടക്കമാണത്. കാരണം ഡ്യൂണിലെ പോരാട്ടം അത് വെറും പണത്തിനു വേണ്ടിയല്ല, അത് മനുഷ്യരാശിയുടെ ഭാവിയെ തന്നെ നിയന്ത്രിക്കാനുള്ള ഒരു പോരാട്ടമാണ്. ഇന്ന് നമ്മൾ 3 പ്രധാന ശക്തികളെയാണ് ശരിക്കും ഒന്ന് കീറിമുറിക്കാൻ പോകുന്നത്. ബഹുമാനത്തിൽ വിശ്വസിക്കുന്ന അട്രേഡീസ് കുടുംബം, പിന്നെ ഭയത്തിൽ ഭരിക്കുന്ന ഹാർക്കോനൻ കുടുംബം, പിന്നെ ഈ കളികളെല്ലാം മാറി നിന്ന് കാണുന്ന എന്നാൽ ആരെയും വിശ്വാസമില്ലാത്ത ചക്രവർത്തി. കൂട്ടത്തിൽ ചരിത്രത്തിന്റെ ഗതി മാറ്റാൻ കഴിവുള്ള പോൾ അട്രേഡീസും പിന്നെ ആ നിഗൂഢമായ ബെനി ജെസറിറ്റ് സംഘടനയും. ശരി, അപ്പോൾ നമുക്ക് ആ കളിക്കളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അറാക്കിസ്, പൊടിയും മണലും പിന്നെ ഭീമാകാരമായ പുഴുക്കളുമുള്ള ഒരു മരുഭൂമി ഗ്രഹം. ഒറ്റനോട്ടത്തിൽ ആർക്കും വേണ്ടാത്തൊരിടം പോലെ തോന്നും. എന്നിട്ടും എന്തിനാണ് ഗാലക്സിയിലെ എല്ലാ വലിയ ശക്തികളും ഈ ഒരൊറ്റ ഗ്രഹത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറാവുന്നത്? കാരണം ആ മണലിലാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ആ വസ്തുവുള്ളത്, സ്പൈസ്. സ്പൈസ് ഇല്ലാതെ ഈ പ്രപഞ്ചം ശരിക്കും നിശ്ചലമാകും. എന്തുകൊണ്ടെന്നാൽ ഡൂണിന്റെ ലോകം നമ്മുടേതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ബട്ട്ലേരിയൻ ജിഹാദ് എന്ന പേരിൽ ഒരു മഹായുദ്ധം നടന്നു. മനുഷ്യനും ചിന്തിക്കുന്ന യന്ത്രങ്ങളും, അതായത് AI-യും തമ്മിൽ. അതിൽ മനുഷ്യൻ ജയിച്ചു. പക്ഷേ കമ്പ്യൂട്ടറുകളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും അവർ എന്നേക്കുമായി നിരോധിച്ചു. ഒരു മിനിറ്റ്, അപ്പോൾ കമ്പ്യൂട്ടറുകളില്ലാതെ എങ്ങനെയാണ് അവർ ഗാലക്സികൾ താണ്ടി യാത്ര ചെയ്യുന്നത്? അതിനല്ലേ സാധാരണ സൂപ്പർ കമ്പ്യൂട്ടറുകൾ വേണ്ടത്? അതെ, നല്ല ചോദ്യം. അവിടെയാണ് സ്പൈസിന്റെ പ്രാധാന്യം വരുന്നത്. സ്പൈസ് അത് മനുഷ്യന്റെ തലച്ചോറിനെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറാക്കി മാറ്റുന്നു. ഇതുപയോഗിക്കുന്ന സ്പേസിംഗ് ഗിൽഡിലെ നാവിഗേറ്റർമാർക്ക് ഭാവി കാണാൻ കഴിയും. അതുവഴി പ്രകാശവേഗത്തിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള വഴികൾ കണ്ടെത്താനും സാധിക്കുന്നു. ചുരുക്കത്തിൽ സ്പൈസ് യാത്രയെ സാധ്യമാക്കുന്നു, മനുഷ്യായുസ് കൂട്ടുന്നു, ചിലർക്ക് പ്രവചനശേഷി നൽകുന്നു. അത് ഈ പ്രപഞ്ചത്തിന്റെ ജീവനാഡിയാണ്. അത് അറാക്കിസിൽ മാത്രമേയുള്ളൂ. ഓഹോ, അപ്പൊ അതാണ് കാര്യം. സ്പൈസ് നിയന്ത്രിക്കുന്നവർ ഗതാഗതം നിയന്ത്രിക്കുന്നു, സമ്പദ്വ്യവസ്ഥ നിയന്ത്രിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രപഞ്ചത്തെ തന്നെ നിയന്ത്രിക്കുന്നു. ഇത് വെറുമൊരു എണ്ണപ്പാടത്തിനു വേണ്ടിയുള്ള യുദ്ധമല്ല, അതിനേക്കാൾ എത്രയോ വലുതാണ്. ഈ അധികാര വടംവലിയിലെ പ്രധാന കളിക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. അട്രേഡീസ്, ഹാർക്കോനൻ, പിന്നെ ആ ചക്രവർത്തി. ഈ 3 കൂട്ടരും അധികാരത്തെ കാണുന്നത് 3 രീതിയിലാണ്. ബാരൻ ഹാർക്കോനനെ സംബന്ധിച്ചിടത്തോളം അധികാരം എന്നാൽ ക്രൂരതയാണ്, ഭയമാണ്, ആളുകളെ പേടിപ്പിച്ചു ഭരിക്കുക. എന്നാൽ ഡ്യൂക്ക് ലെറ്റോ അട്രേഡീസ് നേരെ തിരിച്ചാണ്. അദ്ദേഹത്തിന് അധികാരം എന്നാൽ ജനങ്ങളോടുള്ള ഒരു കടമയാണ്, ബഹുമാനമാണ്. അദ്ദേഹത്തിന്റെ സൈന്യം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. ഈ ബഹുമാനം തന്നെയാണ് ചക്രവർത്തിക്ക് തലവേദനയാവുന്നതും, അല്ലേ? അതെ, കാരണം കഥ തുടങ്ങുമ്പോൾ ചക്രവർത്തി പതിറ്റാണ്ടുകളായി ഹാർക്കോനൻ കുടുംബം ഭരിച്ചിരുന്ന അറാക്കിസിനെ അട്രേഡീസ് കുടുംബത്തിന് കൈമാറാൻ ഉത്തരവിടുകയാണ്. കേൾക്കുമ്പോൾ വലിയൊരു പ്രൊമോഷൻ പോലെ തോന്നാം. അതെ, പക്ഷേ അതൊരു വിഷം പുരട്ടിയ സമ്മാനമായിരുന്നു. ശരിക്കും അതൊരു കെണിയായിരുന്നു. ഡ്യൂക്ക് ലെറ്റോയുടെ ജനപ്രീതിയും അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ ശക്തിയും അത് ചക്രവർത്തിയെ ഭയപ്പെടുത്തി തുടങ്ങിയിരുന്നു. തന്റെ സിംഹാസനത്തിനൊരു ഭീഷണിയായി ലെറ്റോ വളരുന്നു എന്ന് ചക്രവർത്തിക്ക് തോന്നി. എന്നിട്ട് അതുകൊണ്ട് ശത്രുക്കളുടെ മടയായ അറാക്കിസിലേക്ക് അട്രേഡീസിനെ ക്ഷണിച്ചു വരുത്തി. എന്നിട്ട് അവിടെ വെച്ച് അവരുടെ പഴയ ശത്രുക്കളായ ഹാർക്കോനന്മാരെയും തന്റെ സ്വന്തം രഹസ്യ സൈന്യമായ സർദോക്കറിനെയും ഉപയോഗിച്ച് അവരെ പൂർണ്ണമായി ഇല്ലാതാക്കുക. അതായിരുന്നു പദ്ധതി. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഇതൊരു കെണിയാണെന്ന് ഡ്യൂക്ക് ലെറ്റോയ്ക്ക് ഏതാണ്ട് ഉറപ്പായിരുന്നു. എന്നിട്ടും അദ്ദേഹം എന്തിനാണ് സ്വന്തം കുടുംബത്തെയും കൂട്ടി ആ മരണക്കെണിയിലേക്ക് ഇറങ്ങിച്ചെന്നത്? കാരണം ചക്രവർത്തിയുടെ കൽപ്പന നിരസിക്കുന്നത് ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനമാകുമായിരുന്നു. അട്രേഡീസ് കുടുംബത്തിന് അത് താങ്ങാൻ കഴിയില്ലായിരുന്നു. പക്ഷെ ലെറ്റോ ഒരു വിഡ്ഢിയായിരുന്നില്ല. അദ്ദേഹത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഡെസേർട്ട് പവർ, അതായത് മരുഭൂമിയിലെ ശക്തി. മരുഭൂമിയിലെ ശക്തി? അതെ,
അറാക്കിസിലെ തദ്ദേശീയരായ ആർക്കും കീഴടക്കാൻ കഴിയാത്ത ഫ്രെമൻ ജനതയുമായി ഒരു സഖ്യമുണ്ടാക്കുക, അവരുടെ സഹായത്തോടെ മരുഭൂമിയെ ഒരു ആയുധമാക്കി മാറ്റി ശത്രുക്കളെ നേരിടുക. അത് വളരെ ധീരമായ എന്നാൽ അപകടം നിറഞ്ഞ ഒരു നീക്കമായിരുന്നു. അപ്പോ ലെറ്റോയുടെ പ്ലാൻ ഫ്രെമൻ എന്ന സൈനിക ശക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ പോളിന്റെ വിധി അതിലും എത്രയോ ആഴത്തിൽ ആ ജനതയുമായി ബന്ധപ്പെട്ട് കിടക്കുകയായിരുന്നു, അല്ലേ? നമുക്ക് പോളിന്റെ ആ ദർശനങ്ങളിലേക്കൊന്നു പോയാലോ? തീർച്ചയായും. പോൾ ഒരു സാധാരണ രാജകുമാരനല്ല. സ്പൈസ് നിറഞ്ഞ അറാക്കിസിലെത്തുന്നതോടെ അവനിലെ ചില പ്രത്യേക കഴിവുകൾ ഉണരുകയാണ്. അവന് ഭാവിയിലെ പല കാര്യങ്ങളും ദർശനങ്ങളായി കാണാൻ തുടങ്ങുന്നു. അവൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ചാനി എന്ന ഫ്രെമൻ പെൺകുട്ടിയെ, മരുഭൂമിയിലെ ജീവിതം, പിന്നെ ഏറ്റവും ഭീകരമായി തന്റെ പേരിൽ കോടിക്കണക്കിനാളുകൾ മരിക്കുന്ന ഒരു വിശുദ്ധ യുദ്ധം. ഈ ദർശനങ്ങൾ അതൊരു അനുഗ്രഹമാണോ അതോ ശാപമാണോ? കാരണം ഒരു വശത്ത് അതവനെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുന്നുണ്ടല്ലോ. അവിടെയാണ് ഡ്യൂണിന്റെ ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്ന് കിടക്കുന്നത്. ഈ ദർശനങ്ങൾ അവനൊരു വഴികാട്ടിയാണ്, ശരിയാണ്. പക്ഷെ അതവനെ ഒരു നിശ്ചിത പാതയിലൂടെ നടക്കാൻ നിർബന്ധിക്കുകയാണ്. സ്വന്തം തിരഞ്ഞെടുപ്പുകൾക്ക് സ്ഥാനമില്ലാത്ത ഭീകരമായൊരു ഭാവിയിലേക്ക് അവനെ തള്ളിവിടുന്ന ഒരു ഭാരം കൂടിയാണത്. ഇവിടെയാണ് അവന്റെ അമ്മ ലേഡി ജെസിക്കയുടെ പങ്ക് നിർണായകമാകുന്നത്. അതെ, ബെനിറ്റ് ജെസറിറ്റ് നൂറ്റാണ്ടുകളായി രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ചരടുവലിക്കുന്ന പ്രത്യേക മാനസികവും ശാരീരികവുമായ കഴിവുകളുള്ള സ്ത്രീകളുടെ ഒരു സംഘടന. അവരുടെ യഥാർത്ഥ ലക്ഷ്യമെന്തായിരുന്നു? അവരുടെ ലക്ഷ്യം ക്വിസാറ്റ്സ് ഹാഡറാക് എന്നൊരു അമാനുഷികനെ സൃഷ്ടിക്കുക എന്നതായിരുന്നു. ഭൂതവും ഭാവിയും ഒരുപോലെ കാണാൻ കഴിവുള്ള, മനുഷ്യരാശിയെ ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള ഒരു പുരുഷൻ. അതിനായി നൂറ്റാണ്ടുകളായി അവർ പല കുടുംബങ്ങളിലെയും രക്തബന്ധങ്ങളെ നിയന്ത്രിച്ച് ഒരു ബ്രീഡിംഗ് പ്രോഗ്രാം നടത്തുകയായിരുന്നു. അപ്പോൾ ജെസിക്കയുടെ ഒരൊറ്റ തീരുമാനം ആ വലിയ പദ്ധതിയെ ആകെ തകിടം മറിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, അവരുടെ പദ്ധതി അനുസരിച്ച് ജെസിക്ക ഒരു മകൾക്കായിരുന്നു ജന്മം നൽകേണ്ടിയിരുന്നത്. ആ മകളെ ഹാർക്കോനൻ കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിക്കണം. എന്നിട്ട് അവരുടെ മകനാകുമായിരുന്നു ആ പ്രവചിക്കപ്പെട്ട ക്വിസാറ്റ്സ് ഹാഡറാക്. എന്നാൽ ഡ്യൂക്ക് ലെറ്റോയോടുള്ള സ്നേഹം കാരണം അദ്ദേഹത്തിനൊരു പിൻഗാമിയെ നൽകാനായി അവൾ അവരുടെ നിർദ്ദേശം ലംഘിച്ച് ഒരു മകന്, പോളിന് ജന്മം നൽകി. ഇത് അവരുടെ നൂറ്റാണ്ടുകൾ നീണ്ട പദ്ധതിയെ ഒരു തലമുറ നേരത്തെയാക്കി. അതോടെ പോൾ ആ പ്രവചനത്തിന്റെ കേന്ദ്രബിന്ദുവായി. ഒരു പക്ഷേ അവർ ഉദ്ദേശിച്ചതിലും അപകടകാരിയായ ഒരു വ്യക്തിയായി മാറി. അവിശ്വസനീയം. ഒരു വ്യക്തിയുടെ സ്നേഹത്തിൽ നിന്നുണ്ടായ ഒരൊറ്റ തീരുമാനം പ്രപഞ്ചത്തിന്റെ ഗതി തന്നെ മാറ്റിയെഴുതി. നമുക്ക് അറാക്കിസിലെ ആ രാത്രിയിലേക്ക് മടങ്ങിവരാം. ഹാർക്കോനൻ ആക്രമണം, അട്രേഡീസിന്റെ അത്രയും വലിയ പ്രതിരോധങ്ങളെല്ലാം ഭേദിച്ച് എങ്ങനെ അവർക്ക് ഇത്ര പെട്ടെന്ന് വിജയിക്കാൻ കഴിഞ്ഞു? ഉള്ളിൽ നിന്നുള്ള ഒരു ചതി. അട്രേഡീസ് കുടുംബം സ്വന്തം ജീവനേക്കാൾ വിശ്വസിച്ചിരുന്ന ഡോക്ടർ യുവേ അവരെ ഒറ്റിക്കൊടുത്തു. ഡോക്ടർ യുവേയോ? ഭാര്യയെ രക്ഷിക്കാമെന്നൊരു വ്യാമോഹത്തിൽ അദ്ദേഹം അട്രേഡീസ് കോട്ടയുടെ പ്രതിരോധ കവചങ്ങൾ ഓഫ് ചെയ്തു. അതോടെ ഹാർക്കോനൻ സൈന്യത്തിനും ചക്രവർത്തിയുടെ സർദോക്കറിനും എളുപ്പത്തിൽ അകത്തുകടക്കാനും ആ കുടുംബത്തെ ഒന്നടങ്കം നശിപ്പിക്കാനും കഴിഞ്ഞു. സിനിമ കണ്ടപ്പോ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു രംഗമായിരുന്നു അത്. പുറത്തുനിന്നുള്ള 1000 ശത്രുക്കളെക്കാൾ അപകടകാരി ഉള്ളിലുള്ള ഒറ്റക്കാരനാണെന്ന് അത് കാണിച്ചു തരുന്നു. ആ ആക്രമണത്തിൽ ഡ്യൂക്ക് ലെറ്റോ കൊല്ലപ്പെട്ടു. പോളിനും ജെസിക്കയ്ക്കും എന്തു സംഭവിച്ചു? അവരാ കൂട്ടക്കൊലയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് അറാക്കിസിലെ കൊടും മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. അതോടെ പോളിന്റെ ജീവിതം ശരിക്കും മാറിമറുകയാണ്. ഒരു നിമിഷം മുൻപുവരെ ഒരു വലിയ കുടുംബത്തിന്റെ രാജകുമാരനായിരുന്നവൻ അടുത്ത നിമിഷം ഒരു അഭയാർത്ഥിയായി. മരുഭൂമിയിൽ അതിജീവനത്തിനായി പോരാടുന്ന ഒരാളായി മാറി. ഒരു പ്രഭുകുടുംബത്തിന്റെ പതനവും ഒരു നായകന്റെ ഉദയവും അവിടെ തുടങ്ങുന്നു. ശരി, അപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചേർത്ത് നോക്കാം. അധികാര രാഷ്ട്രീയത്തെക്കുറിച്ച് ഈ സിനിമ എന്താണ് നമ്മളോട് പറയുന്നത്? ഇവിടെ 3 തരം അധികാരങ്ങളുണ്ട്. ഹാർക്കോനന്മാരുടേത് ഭയത്തിലധിഷ്ഠിതമായ ക്രൂരമായ അധികാരം. ചക്രവർത്തിയുടേത് ചതിയിലും ഗൂഢാലോചനയിലും കെട്ടിപ്പൊക്കിയ അധികാരം. എന്നാൽ ലെറ്റോ അട്രീഡീസ് ശ്രമിച്ചത് ബഹുമാനത്തിലും സ്നേഹത്തിലും ഒരു പുതിയ തരം അധികാരം സ്ഥാപിക്കാനാണ്. പക്ഷേ ഡ്യൂണിന്റെ ആ ക്രൂരമായ ലോകത്ത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയും വിശ്വാസവും ഒരു ദൗർബല്യമായി മാറി. ഡോക്ടർ യുവേയുടെ ചതിയിലൂടെ അത് വളരെ വ്യക്തമാവുന്നുണ്ട്. അതെ. പക്ഷെ പോളിന്റെ കാര്യം വ്യത്യസ്തമല്ലേ? അവൻ വെറുമൊരു അധികാരമോഹിയല്ല. അവന്റെ ചുമലിലൊരു വലിയ വിധിയുടെ ഭാരമുണ്ട്.
ഫ്രെമൻ ജനത അവനെ കാണുന്നത് അവരുടെ രക്ഷകനായ ലിസാൻ അൽഗൈബായിട്ടാണ്. അതെ, ആ ബന്ധം വളരെ സങ്കീർണമാണ്. നൂറ്റാണ്ടുകളായി ഹാർക്കൊന്നന്മാരുടെ കൊളോണിയൽ ഭരണത്തിൽ ഞെരിഞ്ഞമരുന്ന ഫ്രെമൻ ജനതയ്ക്ക് പോൾ അവരുടെ മോചനത്തിന്റെ പ്രതീകമാണ്. അവരെ രക്ഷിക്കാൻ വന്ന പ്രവാചകനാണ്. അതുകൊണ്ട് പോളിന്റെ അതിജീവനം എന്നത് അവന്റെ മാത്രം ആവശ്യമല്ല, ഒരു ജനതയുടെ മുഴുവൻ സ്വാതന്ത്ര്യത്തിന്റെ ചോദ്യമാണ്. എന്നാൽ ഇവിടെ ഒരു ഞെട്ടിക്കുന്ന സത്യമില്ലേ? ഫ്രെമൻ ജനതയുടെ ഈ വിശ്വാസം, ഈ പ്രവചനം, അത് സ്വാഭാവികമായി ഉണ്ടായതല്ല എന്നുള്ളൊരു സത്യം. അതാണ് ഇതിലെ ഏറ്റവും വലിയ ട്രാജഡി. ലിസാൻ അൽഗൈബ് എന്ന ഈ രക്ഷകസങ്കല്പം, അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബെനി ജെസ്രിറ്റ് തന്നെ ഫ്രെമൻ ജനതയ്ക്കിടയിൽ ഒരു രാഷ്ട്രീയ ആയുധമായി നട്ടുവളർത്തിയതാണ്. ഒരു ആയുധമോ? അതെ, ഭാവിയിലൊരു ബെനി ജെസ്രിറ്റ് അംഗത്തിന് ആ ഗ്രഹത്തിൽ സഹായം തേവപ്പെട്ടാൽ ഉപയോഗിക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കിയെടുത്തൊരു മിഷനറിയെ പ്രൊട്ടക്റ്റീവ്. അതായത് ഫ്രെമൻ ജനതയുടെ ഏറ്റവും പവിത്രമായ വിശ്വാസം പോലും പുറത്തുനിന്നുള്ള ഒരു ശക്തിയുടെ നൂറ്റാണ്ടുകൾ നീണ്ട ഒരു രാഷ്ട്രീയ കളിയുടെ ഭാഗമായിരുന്നു. ഇത് ഒരു രക്ഷകന്റെ കഥ എന്നതിലുപരി വിശ്വാസത്തെ എങ്ങനെ ആയുധമാക്കാമെന്നതിന്റെ ഭീകരമായ ഒരു ഉദാഹരണമാണ്. അപ്പോൾ പോൾ ഒരു രക്ഷകനാണോ അതോ ഒരു ഉപകരണമാണോ? അവൻ ഫ്രെമൻ ജനതയെ രക്ഷിക്കുമോ അതോ തന്റെ ലക്ഷ്യങ്ങൾക്കായി അവരെ ഉപയോഗിക്കുമോ? ആദ്യ സിനിമ അവസാനിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഒരു തുടക്കമിട്ടുകൊണ്ടാണ്. പോളും ജെസ്സിക്കയും ഫ്രെമൻ ജനതയോടൊപ്പം ചേരുന്നു. ഒരു വിപ്ലവത്തിന്റെ തുടക്കം. തീർച്ചയായും പോളിന്റെ യാത്രയുടെ കാതൽ ഇതാണ്. അവന്റെ കയ്യിൽ അവിശ്വസനീയമായ ശക്തിയുണ്ട്. പക്ഷെ ആ ശക്തി ഉപയോഗിച്ച് ഒരു ജനതയെ രക്ഷിക്കണോ അതോ തന്റെ കുടുംബത്തോട് ചതിച്ചവരോട് പ്രതികാരം ചെയ്യണോ എന്ന തീരുമാനപ്പ് അവന്റേതാണ്. അവൻ കാണുന്ന ആ ദർശനങ്ങളിലെ വിശുദ്ധയുദ്ധം ഒഴിവാക്കാൻ അവന് കഴിയുമോ അതോ ആ വിധിയിലേക്ക് അവൻ നടന്നെടുക്കുകയാണോ? ഈ ചർച്ച നമ്മളൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് മുന്നിൽ നിർത്തുന്നുണ്ട്. മറ്റുള്ളവർ നമുക്കായി ഒരുക്കിയ, ഒരു ജനത മുഴുവൻ വിശ്വസിക്കുന്ന ഒരു വലിയ വിധി നമ്മുടെ മുന്നിലെത്തുമ്പോൾ അത് സ്വീകരിക്കുന്നതൊരു തെരഞ്ഞെടുപ്പാണോ അതോ നമ്മൾ സ്വയം ചെന്നുചാടുന്ന ഏറ്റവും വലിയൊരു കെണിയാണോ?